വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു പുറത്തൊരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. അതായത് എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പം ഞങ്ങൾ 3 പേര് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ഒരാളും കൂടി വരാനുണ്ട്, അവളെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃത്യം നമ്മൾ 10 മണിയെന്ന് പറഞ്ഞാൽ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഫുൾ വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. സ്ഥലത്തിൻ്റെ പേര് പടിഞ്ഞാറത്തറയാണ് കേട്ടോ. ആ ഡാമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടേക്കാണ് കേട്ടോ. ഒരു പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളീൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കമ്പനിയായിട്ട് അവരുടെ കൂടെയാണ് കേട്ടോ ഇരുന്നത്. അപ്പം ഞാൻ ഇപ്പുറത്തെ സീറ്റിലാണ് ഇരുന്നത് കേട്ടോ. ഞാനവിടെ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യും പിന്നെയും പോകും, അങ്ങനെ ഒരു മൂടലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ പിണങ്ങോട് എത്തിയിട്ടുണ്ട്. ഇവിടുന്നും കുറേ പോകാണ്ട് ഒരു അരമണിക്കൂറോളം, 3/4 മണിക്കൂർ, അരമണിക്കൂർ ഇത്ര ഇരിക്കണം കേട്ടോ നമ്മൾ ബസ്സിൽ തന്നെ. അങ്ങനെ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിന് അവിടുന്ന് മാനന്തവാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എളുപ്പമായിരുന്നു കേട്ടോ. ആൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൽപ്പറ്റയിൽ നിന്നാണ് കേട്ടോ വന്നത്. അങ്ങനെ ഇതാ നമ്മളിത് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ക്രിസ്ത്യൻകാരെ പള്ളിയാണ്, ആ ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ. അപ്പോൾ ഇതാ ചെക്കൻ്റെ പെണ്ണിൻ്റെ ഇതൊക്കെ വെച്ച് പേരൊക്കെ എഴുതി ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി നമ്മൾ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണ പെണ്ണ് ചറ എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ആ കല്യാണത്തിൻ്റെ സ്റ്റേജൊക്കെ അലങ്കരിച്ച് വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷനൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ പോയി ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പം ചായ ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഏലക്കായിട്ട് നല്ല ചായ കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞാൽ ഒരാൾ ഇരിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാനിരുന്നു. അങ്ങനെ നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മാറി എടുത്തു. പിന്നെ അവൾ പറഞ്ഞു ഒറ്റയ്ക്ക് എടുക്കണം, ഭയങ്കര നിർബന്ധം, അവൾക്ക് ഭയങ്കര നിർബന്ധം ഓരോരുത്തരെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് എടുക്കണമെന്ന്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇരുന്നിട്ട് എടുത്തു കേട്ടോ. ഞാൻ ഇരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ എണീപ്പിച്ചിർത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ നിന്നിട്ടാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. പിന്നെ അവളെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊന്നും വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കളറും അതുപോലെ തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ ആയിരുന്നിട്ടുണ്ടായിരുന്നു. ഓവറായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പെണ്ണിനൊക്കെ കണ്ട് ചെക്കൻ വരുന്നു. അപ്പോൾ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ പള്ളീൻ്റെ മേലെ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ അങ്ങനെയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെന്തൊക്കെയാണ് അവിടെ കുറേ സമയം ചിലവഴിച്ചിട്ടോ. പിന്നെ അവിടെ ആരും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സമയമായപ്പോൾ നമ്മൾ താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ തന്നെ നമ്മൾ വന്നു. ഈ ഒരു ടൈം ആയത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്നതിന് ശേഷം ഞങ്ങളൊരു ചേട്ടൻ വിളിച്ച് ഞങ്ങൾക്ക് സീറ്റ് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി മന്തി. പിന്നെ നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും മോളും ആദ്യം മന്തി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മറ്റേ കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ വയറ് നിറഞ്ഞു കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. കൽപ്പറ്റ തിരിച്ചെത്തി. അങ്ങനെ നമുക്ക് ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലിച്ചി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബസ് ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. വീട്ടിലെത്താനായപ്പോൾ തന്നെ സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഇങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മളിതാ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വൈറ്റ് കുർത്ത സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഹസ്ബൻഡ് എന്തിനു വാങ്ങി തന്നായിരുന്നു, ആ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങി തന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ആഗ്രഹിച്ച് എനിക്ക് വൈറ്റ് അങ്ങനെയല്ല ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പം വൃത്തിയും കാര്യം മെനയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു വിട്ടിട്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ബേബി സീ യു.